Topic user defined function. Okay, user defined function we can define our own functions. Okay, we can define our own functions. That functions are called user defined function. Okay, ഏതൊരു യൂസർ ഡിഫൈൻ ഫംഗ്ഷനും രണ്ട് കമ്പോണൻസ് സാധാരണ ഒരു നമ്മൾ C++ലോ സിയിലൊക്കെ ആണെങ്കിൽ ഏതൊരു ഫംഗ്ഷനും മൂന്ന് കമ്പോണൻസ് ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടാവും, പിന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും, പിന്നെ ഫംഗ്ഷൻ കോൾ ഉണ്ടാവും. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ മാത്രം ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. ഫംഗ്ഷൻ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഡിഫൈനിങ് ഓഫ് ഫംഗ്ഷൻ. അതിന് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ദെൻ ഫംഗ്ഷൻ നെയിം. ഓക്കെ, അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ്. So this is the syntax for function definition. Example ആയിട്ട് പറയുകയാണെങ്കിൽ ഫംഗ്ഷൻ ടെസ്റ്റ്, അതിനുള്ളിൽ ഞാൻ കൊടുക്കുകയാണ് ഡോക്യുമെന്റ് ഡോട്ട് അല്ലെങ്കിൽ അലേർട്ട് വെൽക്കം സെമിക്കോളൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഫംഗ്ഷൻ കീവേഡ് ഉണ്ടാവും, പിന്നെ ഫംഗ്ഷന്റെ പേര്, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താ വെച്ചാൽ അത് ബ്രേസിന്റെ ഉള്ളിലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കമ്പോണന്റ്, ദാറ്റ് ഇസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. രണ്ടാമത്തെ കമ്പോണൻസ്, ഓക്കെ, സെക്കൻഡ് കമ്പോണന്റ് ഈസ് ഫംഗ്ഷൻ കോൾ. ഓക്കെ, അതിന് സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം ദെൻ ആർഗ്യുമെന്റ്സിന്റെ പാസ് ചെയ്യണമെങ്കിൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇപ്പൊ ഈ കേസിൽ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്താണ് ടെസ്റ്റ്. So this is the user defined function. അപ്പോൾ we can define our own function called user defined function. ആ ഫംഗ്ഷന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ, സെക്കൻഡ് വൺ ഈസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡെഫിനിഷൻ സിന്റാക്സ് ആണത്, എക്സാമ്പിൾ ആണത്. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫംഗ്ഷൻ നെയിം വിളിക്കുക, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഒരു ഫംഗ്ഷനും കോൾ ചെയ്യാതെ അത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, all the function must be invoked externally for its execution. ഏതൊരു ഫംഗ്ഷനും എക്സിക്യൂഷൻ നടക്കാന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ആയിട്ട് ഇൻവോക്ക് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ഇൻവോക്ക് ചെയ്യണം അല്ലെങ്കിൽ കോൾ ചെയ്യണം. ദിസ് ഈസ് കോൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. എക്സാമ്പിൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അതിനോട് ഞാൻ ഫംഗ്ഷൻ എഴുതാണ്, ഫംഗ്ഷൻ ഹായ്. അതിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് അല്ലെങ്കിൽ അലേർട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്യാണ്, ഫംഗ്ഷന്റെ പേര് ഹായ്, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഒരു HTML ഹെഡ് ബോഡി പാർട്ടിലോ HTML ബോഡി പാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹായ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും, ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, ഹായ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്യും, അതിനുള്ളിലുള്ള വെൽക്കം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ ഇവിടെ വെൽക്കം എന്നുള്ള. സോ ദിസ് ഇസ് ദ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒക്കെ യൂസ് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ആക്സസിങ് ദ വാല്യൂ ഫ്രം എ ഫോം. ഒരു ഫോമിൽ നിന്ന് വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ആക്സസിങ് വാല്യൂ ഫ്രം എ ഫോം. ഓക്കെ, സപ്പോസ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഫോം ക്രിയേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് ഇങ്ങനത്തെ ഒരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെയിം, ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ഓക്കെ ബട്ടൺ, ഒരു ക്യാൻസൽ ബട്ടൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമുക്കെല്ലാം അറിയാം. നമുക്ക് ജസ്റ്റ് നോക്കാം. HTML ഹെഡ് വന്നിട്ട് ഹെഡ് കുറച്ച് എഴുതാണ്ട് ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി. ഓക്കെ, ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഫോം name is equal to 1.
അതിനുള്ളിൽ ഫസ്റ്റ് നമുക്ക് നെയിം എന്നുള്ളൊരു ഇത് വേണം. ഓക്കെ, നെയിം. അതിനപ്പുറത്ത് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൽ ടു NM, ഓക്കെ, BR. അപ്പം എന്തായി, നെയിം എന്ന് എഴുതി, അതിൻ്റെ അപ്പുറത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു. അടുത്തത് നമുക്കൊരു ഓക്കെ ബട്ടണാണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്നുള്ള ബട്ടൺ. ഓക്കെ, ബട്ടൺ വാല്യൂ ഈസ് ഈക്വൽ ടു ഓക്കെ. ഓക്കെ, അടുത്തത് അതിൻ്റെ അപ്പുറത്ത് ഒരു ഇൻപുട്ട് type is equal to reset, value is equal to clear, sorry, cancel. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഫോം ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ബോഡി ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ HTML ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് എങ്ങനെ ഫോം ക്രിയേറ്റ് ചെയ്യും. നമുക്കിനി ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഈ ടെക്സ്റ്റ് ബോക്സിൽ നിന്നും വാല്യൂ എടുക്കണം. ഓക്കെ, ആ ടെക്സ്റ്റ് ബോക്സിൽ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ എടുക്കണം. ആ വാല്യൂ എടുക്കാൻ വളരെ ഈസിയാണ്. ആക്സസിങ് വാല്യൂ ഫ്രം എ ഫോം. ഓക്കെ, ഒരു ഫോമിൽ നിന്നും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൽ നിന്നും വാല്യൂ എങ്ങനെ എടുക്കുക എന്നുള്ളത് അത് നമുക്ക് സിൻടാക്സ് ഇത്രയേ ഉള്ളൂ. ഡോക്യുമെന്റ് ഡോട്ട് ഫോമിന്റെ പേര് നമ്മൾ കൊടുത്ത് വൺ ഡോട്ട് ഈ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് NM ഡോട്ട് വാല്യൂ. ഓക്കെ, ഈ ഒരു സിൻടാക്സ് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ അങ്ങനെ ഏതൊരു കൺട്രോളിലുള്ള വാല്യൂ എടുക്കണമെങ്കിലും ജസ്റ്റ് ഈ ഒരു സിൻടാക്സേ ഉള്ളൂ. ഡോക്യുമെന്റ് ഡോട്ട് ഫോമിന്റെ പേര് പറയാം, ഡോട്ട് ഏത് കൺട്രോൾ ആണോ. അപ്പം നമ്മളിവിടെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബോക്സ് ആണ്, ടെക്സ്റ്റ് ബോക്സിന്റെ പേര് NM ആണ് കൊടുത്തത്. NM ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രോളിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അത് മറക്കണ്ട. ഇതാണ് എന്ത് ആക്സസിങ് വാല്യൂ ഫ്രം എ ടെക്സ്റ്റ് ബോക്സ് ഫ്രം എ ഫോം. അപ്പോൾ ഇനിയിപ്പോൾ ഈ കേസ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത്, ഇപ്പോൾ രാജുന് കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒരു അലേർട്ട് ബോക്സിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതാണ് നമ്മൾ ബട്ടൺ വാല്യൂസിൽ ഓക്കെ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഓൺ ക്ലിക്ക്. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്ക് ONC ക്യാപിറ്റൽ ആയിട്ടാണ്. ഓൺ ക്ലിക്ക് ഈസ് ഈക്വൽ ടു ഹായ് എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, ഈ ഹായ് എന്നൊരു ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഫംഗ്ഷൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഹായ് അതിനുള്ളിൽ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഹായ് കോൾ ചെയ്യണം. ആ സമയത്ത് അലേർട്ട് ബോക്സ് എന്തായാലും ഇതിലുള്ള വാല്യൂ കാണിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് NM ഡോട്ട് വാല്യൂ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫോം അതിൽ നിങ്ങളിപ്പോൾ ഈ നെയിം എന്നുള്ളതിൽ ഇപ്പോൾ രാജു എന്നോ ഇങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഈ ഓക്കെ ബട്ടൺ അടിക്കുമ്പോൾ ഇതാണ് ബട്ടൺ വാല്യൂ. ഈ ഓക്കെ ബട്ടൺ അടിക്കുമ്പോൾ ഓൺ ക്ലിക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈക്വൽ ടു ഹായ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. ഹായ് എന്ന ഫംഗ്ഷൻ എന്താ അലേർട്ട് ഡോക്യുമെന്റ് ഉണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ എന്ത് ചെയ്യും, ജസ്റ്റ് ഡിസ്പ്ലേ. ഓക്കെ, ഒരു സെപ്പറേറ്റ് വിൻഡോയിൽ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഒരു ഇതിലിങ്ങനെ രാജു എന്ന് എഴുതിയിട്ട് ഒരു ഓക്കെ ബട്ടൺ. ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. നമ്മൾ പോപ്പപ്പ് ബോക്സ്, ഇത് അലേർട്ട് എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് ബോക്സാണ്. ഓക്കെ, രാജു ഇങ്ങനെ കാണിക്കും. സോ ഇത്രയാണ് ഇതാണ് നമ്മളെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല. ഓക്കെ, സാധാരണ എങ്ങനെയാണ് ഓൺ ക്ലിക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, നമുക്കറിയാം എന്താണ് ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വാലിഡേഷൻസും സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാന്നുള്ള. ഇതൊരു വാലിഡൊക്കെ നമുക്ക് വേണമെങ്കിൽ അപ്പോൾ നമ്മളൊരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബട്ടൺ അടിക്കുമ്പോൾ അവിടെ ഫോമിലുള്ള വാല്യൂസ് എല്ലാം കറക്റ്റ് ആണെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക സാധാരണ കൊടുക്കാറ്. ഓക്കെ, കറസ്പോണ്ടിങ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫംഗ്ഷനുള്ളിൽ വെച്ച് എന്ത് ചെക്ക് ചെയ്യും ഈ വാല്യൂസ് ഒക്കെ ഈസി ആൻഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബിൽറ്റ് ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും കണ്ടന്റ് ഒക്കെ ശരിയാണെന്നൊക്കെ നോക്കും. സോ ദിസ് ഈസ് ദ വർക്കിംഗ് ആക്സസിങ് വാല്യൂ ഫ്രം എ ഫോം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് കോൾ ചെയ്യാൻ പഠിച്ചു, അതെങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാമെന്ന് നമ്മൾ എന്ത് ചെയ്യുക കണ്ടു. ഓക്കെ, ഇതാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഓക്കെ, അത് കോൾ ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കോൾ ചെയ്യാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഈ
ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നെയിം എന്നുള്ള ഈ കോളത്തിൽ നെയിം കോളത്തിൽ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അത് എം ടി ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി എം ടി എന്നുള്ള ഒരു മെസ്സേജ് വരണം. നോക്കാം, നേരെ ഇങ്ങോട്ട് വരും. ഞാൻ അതിലുള്ള വാല്യൂ ഈ ഹായ് എന്നുള്ള ഫംഗ്ഷൻ അതിലുള്ള വാല്യൂ ഓക്കെ എ എന്നുള്ളൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. വേർ എ is equal to document dot 1 dot nm dot value. അപ്പോൾ അതിൽ ഒന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ആ എയിലേക്ക് ഒരു ബ്ലാങ്ക് ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാണ്. if a equal to ബ്ലാങ്ക് ആണോ? ഓക്കെ, if a equal to ബ്ലാങ്ക് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കും. ഇറ്റ്സ് ഓക്കെ ഡോക്യുമെന്റ് അലേർട്ട് കൊടുക്കും. It should not be name should not be empty. Name should not be empty. എന്നിട്ട് റിട്ടേൺ. അപ്പോൾ എന്താണ് നമ്മൾ ഈ നെയിം എന്നുള്ള ടെക്സ്റ്റ് ബോക്സിൽ ഒന്നും ടൈപ്പ് ചെയ്യാതെയാണ് നമ്മൾ ഓക്കെ ബട്ടൺ അടിച്ചതെങ്കിൽ നേരെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ എയിലേക്ക് ബ്ലാങ്ക് ആണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഈക്വൽ ടു ബ്ലാങ്ക് ആണെങ്കിൽ അപ്പം തന്നെ ഒരു മെസ്സേജ് വരും. ഇറ്റ് ഷുഡ് നോട്ട് ബി എം ടി എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ട് റിട്ടേൺ തിരിച്ച് അങ്ങോട്ട് തന്നെ ഫോമിലേക്ക് തന്നെ പോകും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫി ഈക്വൽ ടു എം ടി അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വാലിഡേഷൻസ് ഒക്കെ നടത്താനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബോക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാതെ വിട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ചെക്കിംഗ് ഒക്കെ നടത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ഡ്യൂട്ടി. ഓക്കെ, അതിനെ സഹായിക്കുന്നതാണ് ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എല്ലാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എല്ലാം കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ, സ്ക്രിപ്റ്റ് language is equal to JavaScript. Okay, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. അത് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. സോ അത് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ എഴുതണം. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് ഓക്കെ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഓൺ ക്ലിക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് ഓൺ ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ ഓൺ ബ്ലർ ആക്കാം, അല്ലെങ്കിൽ ഓൺ ലോഡ് ആക്കാം. ഓക്കെ, ഇങ്ങനെ എന്ത് ഇവന്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാൻ ചെയ്തത് ഓൺ ക്ലിക്ക് ആണ്. ഓക്കെ, ഓൺ ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഈ ബട്ടണിന്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ എഴുതുന്നത് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിലാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ആക്സിങ് വാല്യൂ ഫ്രം എ ഫോം. താങ്ക് യു.